ഇത് നമുക്ക് നല്ല നാടൻ ബീഫ് റോസ്റ്റിൻ്റെ റെസിപ്പി ഉണ്ടല്ലോ. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കുക്കർ വെച്ചിട്ടുണ്ട്. അതിലോട്ട് കുറച്ച് ഓയിലോ വെളിച്ചെണ്ണ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഒഴിച്ചു കൊടുക്കുക. അതിലോട്ട് കുറച്ച് സ്പൈസസ് ഇട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ കുറച്ച് പച്ചമുളക് എരിവിനനുസരിച്ചിട്ട്. പിന്നെ ഇതിലോട്ട് 2 സവാള ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പും തക്കാളിയും ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. നല്ലപോലെ വഴഞ്ഞ് വന്നു കഴിഞ്ഞാൽ അതിലോട്ട് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കൂടി ചേർത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് ആ ഒരു പച്ചമണമൊക്കെ മാറുന്ന വരെ ഒന്ന് വഴറ്റിയെടുക്കുക. പിന്നെ ഇതിലോട്ട് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ച 1 കിലോ ബീഫാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അതും കൂടി ചേർത്തിട്ട് ഈ ഒരു മസാലയിൽ നല്ലപോലെ തന്നെ ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇതിലോട്ട് വെള്ളമൊന്നും ഒഴിച്ച് കൊടുക്കേണ്ട. ബീഫിൻ്റെയും ഈ സവാളിൻ്റെയൊക്കെ വെള്ളം തന്നെ മതിയാവും കേട്ടോ. ഇനി ഇതൊരു 8-9 വിസിൽ അത് നിങ്ങളുടെ ബീഫിൻ്റെ വേവനുസരിച്ചിട്ട് നോക്കിയിട്ട് വേവിച്ചിട്ടെടുക്കുക. ഇനി ഒരു പാൻ അടുപ്പിലോട്ട് വെച്ചിട്ട് അതിലോട്ട് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. പിന്നെ കുറച്ച് കടുകും അതുപോലെ 2 വലിയ സ്പൂൺ തന്നെ തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് തേങ്ങ കൊത്ത് വേണമെങ്കിൽ ചേർക്കാം, പക്ഷേ തേങ്ങ ചിരകിയതാണ് കേട്ടോ ടേസ്റ്റ്. പിന്നെ കുറച്ച് വറ്റൽമുളകും അതുപോലെ ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞതും ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് നല്ലപോലെ വഴറ്റിയെടുക്കുക. അതിനുശേഷം മല്ലിപ്പൊടിയും മുളക് പൊടിയും ചേർത്തിട്ട് വീണ്ടും ആ ഒരു പച്ചമണക്ക് മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കുക. ഇതിൻ്റെ കൂടെ 1 ടീസ്പൂണോളം ഗരം മസാല പൗഡറും കുറച്ചൊരു 1/4 ടീസ്പൂൺ കായപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി എല്ലാം കൂടി നല്ലപോലെ മിക്സ് ചെയ്തിട്ട് ഈ ഒരു നല്ല റോസ്റ്റായിട്ട് വരൂലേ, വറുത്തിട്ട് അങ്ങനെ വന്ന സമയത്ത് ഇതിലോട്ട് നമ്മൾ വേവിച്ച് വെച്ച ബീഫ് ചേർത്ത് കൊടുക്കുക. പിന്നെ കുറച്ച് കൂടുതൽ തന്നെ കറിവേപ്പിലയൊക്കെ കൂടി ചേർത്തിട്ട് നല്ല വറ്റിച്ചിട്ടെടുക്കുക. അപ്പോൾ നമ്മുടെ അടിപൊളി ടേസ്റ്റുള്ള ബീഫ് റോസ്റ്റ് ഇവിടെ റെഡിയാവും കേട്ടോ. നിങ്ങളിതുവരെ ഇങ്ങനെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, അടിപൊളി ടേസ്റ്റാണ്. അപ്പം നമുക്കിത് നെയ്ച്ചോറിൻ്റെ കൂടെയും പത്തിരിൻ്റെ കൂടെയും ചപ്പാത്തിൻ്റെ കൂടെയും പൊറോട്ടൻ്റെ കൂടെയൊക്കെ അടിപൊളി കോമ്പിനേഷനാണ്. അപ്പം വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്നും പറയുന്ന പോലെ ലൈക്ക് ചെയ്യാനും ഫോളോ ചെയ്യാനൊന്നും മറക്കല്ലേ. മെഷർമെൻറ്റ്സൊക്കെ ഞാൻ ക്യാപ്ഷനിൽ കൊടുക്കാം കേട്ടോ. താങ്ക് യു.